Welcome back to another video. Today we are going to discuss a new topic, operators of the JavaScript. കഴിഞ്ഞ പല ലാംഗ്വേജുകളിലും നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പല ലാംഗ്വേജുകളിലും. ജാവാസ്ക്രിപ്റ്റിൽ നമുക്കറിയാം ഓപ്പറേറ്റേഴ്സ് മീൻസ് symbols or keywords that tell the JavaScript engine to perform some sort of actions. Operators means operators എന്താവാം, സിമ്പിൾസോ കീവേഡ്സോ ഒക്കെ ആവാം. എന്തിനാണ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? സം സോർട്ട് ഓഫ് ആക്ഷൻസിനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരുപാട് ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം, അഡീഷന്, സബ്സ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഒരുപാട് ഓപ്പറേറ്റേഴ്സ് അറിയാം. In the JavaScript, mainly seven types of operators are there. That is arithmetic operator, assignment operator, string operators, increment or decrement operator, logical operator, comparison operator, and bitwise operators. These are the main types of operators in the JavaScript. In the example, let us consider the a equal to 10 and b equal to 20. For example, let us consider a 10 ഉം b 20 ആണെന്നുള്ളത്. കാരണം വരുമ്പോൾ എക്സാമുകളിൽ നമുക്ക് അത് അസൈൻ ചെയ്ത് വെക്കാം. Okay. Then the first one is arithmetic operators. We know arithmetic operators is used for arithmetic operations. Addition, subtraction, multiplication, division, and modulus are the arithmetic operators. Addition, that means plus, is used to add two operands. That is the examples a plus b equal to 30. A means 20 and b equal to 10. We already assigned that. Then a plus b is 30. Then subtracting, it is used to subtract two operands. That is the example is a minus b. And multiplication, multiply the both operands. Operands means a and b are the operand here. Okay. Then a into b. A multiply b, that is 200. That is 20 multiply 10. That is 200. Okay. Then division, divide the numerator by the denominator. In here b by a, that is 2. That is 20 by 10. Okay. Then modulus. Modulus means output the remainder of an integer division. നമ്മൾ രണ്ട് ഓപ്പറൻസ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിമൈൻഡറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഡുലസ്. ഇൻ ഹിയർ ദാറ്റ് ഈസ് 0 ബിക്കോസ് 20 മോഡുലസ് 10, ദാറ്റ് ഈസ് റിമൈൻഡർ ഈസ് 0. ഓക്കെ, ദീസ് ആർ ദ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. These are the 5 arithmetic operators. Okay, the next one is assignment operators. Assignment operators are used to assign. Okay, the first one is assignment operator is simple assignment, add an assignment, and subtract an assignment, or plus equal to and minus equal to. Okay, the first one is assignment operators. It's used to assign a value from the right side operand to the left side operand. നമുക്കറിയാം അസൈൻമെന്റ് ഓപ്പറേറ്റർ സി എന്ന ഒരു വേരിയബിളിലേക്ക് എ പ്ലസ് ബിൻ്റെ റിസൾട്ടിന് എന്ത് ചെയ്യാണ്, അസൈൻ ചെയ്ത് വെക്കുകയാണ്. ദാറ്റ് ഈസ് സി ഈക്വൽ ടു എ പ്ലസ് ബി വിൽ അസൈൻ ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി ഇൻ ടു സി. Okay, the value of a plus b into c. Then next is add an assignment. It adds the right operand to the left operand and assign to the result to the left operand. The example c plus equal to a. c plus equal to a. c എന്ന ഓപ്പറൻറ്റും എ എന്ന ഓപ്പറൻറ്റും ആഡ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. അത് ലെഫ്റ്റ് സൈഡിലെ ഓപ്പറൻറ്റും റൈറ്റ് സൈഡിലെ ഓപ്പറൻറ്റും ആഡ് ചെയ്തതിന് ശേഷം അതിനെ ലെഫ്റ്റ് സൈഡിലെ ഓപ്പറൻറ്റിലേക്ക് എന്ത് ചെയ്യാണ്, അസൈൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ, സി പ്ലസ് ഈക്വൽ ടു എ മീൻസ് സി ഈക്വൽ ടു സി പ്ലസ് എ. ഓക്കെ, ദെൻ സബ്സ്ട്രാക്ട് അസൈൻമെൻറ്റ്. സെയിം കൺസെപ്റ്റ്, ലെഫ്റ്റ് സൈഡിലെ ഓപ്പറൻറ്റ് റൈറ്റ് സൈഡിലെ ഓപ്പറൻറ്റ് സബ്സ്ട്രാക്ട് ചെയ്യുകയും ലെഫ്റ്റ് സൈഡിലെ ഓപ്പറൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുകയും ചെയ്യുന്നു. ദിസ് ഇസ് ദി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ദെൻ നെക്സ്റ്റ് ഈസ് മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ്, ഡിവൈഡ് അസൈൻമെൻറ്റ് ആൻഡ് മോഡുലസ് അസൈൻമെൻറ്റ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് വരുന്നത് അതിലൊക്കെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് അത് തന്നെയാണ് സി മൾട്ടിപ്ലൈ ഈക്വൽ ടു എ, ദാറ്റ് മീൻസ് സി ഈക്വൽ ടു സി ഇൻ വി എ. ഈ രണ്ട് വാല്യൂ ആഡ് ചെയ്തിട്ട് സിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഡിവൈഡും സെയിം ആണ്, സി ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻറ്റ് ഡിവൈഡ് ബൈ റൈറ്റ് സൈഡിലുള്ള ഓപ്പറൻറ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്ത് വെക്കുന്നു. മോഡുലസും സെയിം മെത്തേഡ്, സി മോഡുലസ് ഈക്വൽ ടു എ.
These are the assignment operator. Then next is string operator. It is used for the string operations. First one is concatenation operand, and next one is concatenation assignment operators. Concatenation operands is used to add two strings. രണ്ട് സ്ട്രിങ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് സ്ട്രിങ്ങിനെ കോൺകാറ്റിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്ലസ് സിമ്പിളാണ് നമ്മൾ കോൺകാറ്റിനേഷന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. പ്ലസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് കോൺകാറ്റിനേഷൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. രണ്ട് സ്ട്രിങ്ങുകൾ, ഇവിടെ സ്ട്രിങ് 1 പ്ലസ് ഈക്വൽ ടു സ്ട്രിങ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ട്രിങ് 1 പ്ലസ് സ്ട്രിങ് 2 ആൻഡ് ഈക്വൽ ടു സ്ട്രിങ് 1. അത് ലെഫ്റ്റ് സൈഡിൽ ഓപ്പറൻറ്റും റൈറ്റ് സൈഡിൽ ഓപ്പറൻറ്റും ആഡ് ചെയ്തതിന് ശേഷം അത് ലെഫ്റ്റ് സൈഡിൽ ഓപ്പറൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്ത് വെക്കുന്നു. That is string operator, concatenation and concatenation assignment operators. Then next is increment or decrement operators. First one is pre-increment, then pre-decrement, post-increment and post-decrement. Pre-increment plus x എന്ന് കൊടുത്തിട്ടുണ്ട്. plus x എന്ന് പറയുമ്പോൾ increment x by 1 then return x. plus x ആണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂവിനെ ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്ത് എന്നിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക. ആദ്യം പ്ലസ് എക്സ് ആണെങ്കിൽ പ്രീ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതിന് മുൻപ് എന്ത് ഉണ്ടാവും, ആ വാല്യൂനോട് 1 ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രീ ഡിക്രിമെൻറ്റും സെയിം മെത്തേഡ്, അതായത് ആദ്യം എക്സിൻ്റെ വാല്യൂന്ന് 1നെ ഡിക്രിമെൻറ്റ് ചെയ്ത് കുറച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യുക. അതാണ് പ്രീ ഇൻക്രിമെൻറ്റ്. ആദ്യമാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഒക്കെ നടക്കുന്നത് പ്രീ ആണ്. ഇനി പോസ്റ്റ് ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഡിക്രിമെൻറ്റും ഉണ്ട്. അതെന്താണ്, ആദ്യം റിട്ടേൺ ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും നടക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ആദ്യം എക്സിനെ റിട്ടേൺ ചെയ്യുന്നു, പിന്നെ 1 എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. എക്സ് മൈനസ് ആണെങ്കിൽ ആദ്യം എക്സിനെ റിട്ടേൺ ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, 1നെ ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. അതാണ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതാണ് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ ആൻഡ് ലോജിക്കൽ നോട്ട്. These are the operators. First, logical AND. It returns true if both expressions are true. ലോജിക്കൽ ആൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് എക്സ്പ്രഷൻ കൊടുത്ത് ആ രണ്ട് എക്സ്പ്രഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആൻസറും ട്രൂ ആവുള്ളൂ, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അത് ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയി കഴിഞ്ഞാൽ ആൻസർ ഫാൾസ് ആയിരിക്കും. ആൻഡ് ആണെങ്കിൽ രണ്ടും ബോത്ത് എക്സ്പ്രഷൻസ് ആർ ട്രൂ, രണ്ട് എക്സ്പ്രഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ആൻസറും ട്രൂ ആവുള്ളൂ. ലോജിക്കൽ ഓർ ആണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് വൺ ഓർ ബോത്ത് എക്സ്പ്രഷൻസ് ആർ ട്രൂ. ഇഫ് വൺ ഓർ ബോത്ത് എക്സ്പ്രഷൻസ് ആർ ട്രൂ, ഏതെങ്കിലും ഒന്നോ രണ്ടും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ട്രൂ റിട്ടേൺ ചെയ്യും. ആദ്യത്തിലാണെങ്കിൽ ലോജിക്കൽ ആൻഡ് ആണെങ്കിൽ രണ്ടും ട്രൂ ആണ്, ബോത്ത് എക്സ്പ്രഷൻസ് ആർ ട്രൂ. ലോജിക്കൽ ഓർ ആണെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒന്ന്, ഇഫ് വൺ ഓർ ബോത്ത് എക്സ്പ്രഷൻ, രണ്ട് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. ലോജിക്കൽ നോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് റിട്ടേൺസ് ട്രൂ ഫോർ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫാൾസ് ഫോർ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. നേരെ ഓപ്പോസിറ്റ്, ട്രൂ ആണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും, ഫാൾസ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ദീസ് ആർ ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ദെൻ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഈക്വൽ. ഈക്വൽ യൂസ് ചെയ്യുക. ടു ഓപ്പണൻസ് ആർ ഈക്വൽ ഓർ നോട്ട്, രണ്ട് ഓപ്പണൻസിൻ്റെ വാല്യൂസ് ഈക്വൽ ആണോ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നോട്ട് ഈക്വൽ ആണെങ്കിൽ തന്നെയാണ്, നോട്ട് ഈക്വൽ ആണോ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താണ്, ഇഫ് ദ വാല്യൂ ഓഫ് ദി ലെഫ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി വാല്യൂ ഓഫ് ദി റൈറ്റ് ഓപ്പറൻറ്റ്. ലെഫ്റ്റ് ഓപ്പറൻറ്റ് പിന്നെ വാല്യൂ ഗ്രേറ്റർ ദാൻ ദി വാല്യൂ ഓഫ് ദി റൈറ്റ് ഓപ്പറൻറ്റ്, റൈറ്റ് ഓപ്പറൻറ്റ് വാല്യൂ വേണ്ടി പിന്നെ ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെസ് ദാൻ ആണെങ്കിൽ check the value of left operand is less than the value of the right operand. If yes, then the condition becomes true. അത് ലെഫ്റ്റ് സൈഡിലെ വാല്യൂ ലെസ് ദാൻ ദി റൈറ്റ് സൈഡ് വാല്യൂ, ലെഫ്റ്റ് ദാൻ ഏതാണ് ലെസ് ആയിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിലെ വാല്യൂ ആണ് ലെസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലെ ഓപ്പറൻറ്റ് റൈറ്റ് സൈഡിലെ ഓപ്പറൻറ്റിനോടെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിൽ എന്ത് ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഓപ്പറൻറ്റ് വാല്യൂ റൈറ്റ് സൈഡിലെ ഓപ്പറൻറ്റും ചെറുതോ ഈക്വലോ ആണെങ്കിൽ എന്ത് ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. അതായത് കമ്പാരിസൺ ഓപ്പറേറ്റർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ. ബിറ്റ്വൈസ് ആൻഡ്, ബിറ്റ്വൈസ് ഓർ, ബിറ്റ്വൈസ് എക്സ് ഓർ, ബിറ്റ്വൈസ് നോട്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് റൈറ്റ് ഷിഫ്റ്റ്.
Bitwise AND. Set each bit to 1 if both bits are 1. ഏതെങ്കിലും രണ്ട് ബിറ്റും, അത് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ബൈനറി നമ്പേഴ്സിനാണ്. ആ ബൈനറി നമ്പേഴ്സിൽ ഏതെങ്കിലും രണ്ട് ബിറ്റുകളും 1 ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓറാണെങ്കിൽ ഇഫ് 1 of 2 bits is 1, ഏതെങ്കിലും 1 ആണെങ്കിൽ എന്തായിരിക്കും, അത് വാല്യൂ 1 ആയിരിക്കും. ബിറ്റ്വൈസ് XOR ആണെങ്കിൽ 1 if only 1 of 2 bit is 1. ആ രണ്ടെണ്ണത്തിൽ ഒന്നേ എന്താകാൻ പാടുള്ളൂ, 1 ആകാൻ പാടുള്ളൂ. അതാണ് ഓൺലി 1. നേരത്തെ ബിറ്റ്വൈസ് OR ആണെങ്കിൽ ഇഫ് 1 of 2 bit is 1 ആണ്. ഏതെങ്കിലും 1 ആയാലും അല്ലെങ്കിൽ 2 1 ആയാലും പ്രശ്നമില്ല, ബിറ്റ്വൈസ് ORൽ ആൻസർ 1 ആയിരിക്കും. ബിറ്റ്വൈസ് XORലാണെങ്കിൽ ഇഫ് ഓൺലി 1 of 2 bit is 1 ആണ്. ആ രണ്ട് ബിറ്റിൽ ഏതെങ്കിലും 1 1 ആവാൻ പാടുള്ളൂ, എന്നാലേ എന്തേ ഉള്ളൂ, ആൻസർ 1 റിട്ടേൺ ചെയ്യുള്ളൂ. ബിറ്റ്വൈസ് നോട്ട് ആണെങ്കിൽ ഇൻവേർട്ട് ഓൾ ദ ബിറ്റ്സ്, എന്തെങ്കിലും നേരെ ഓപ്പോസിറ്റ് അടിക്കും. ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വാല്യൂസിന് എന്ത് ചെയ്യും, ലെഫ്റ്റ് ബൈ പുഷിങ് സീറോസ് ഇൻ ഫ്രം ദി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഈസ് ഫോളോ ഓഫ്. ലെഫ്റ്റ് ഷിഫ്റ്റ് നമുക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആകുമ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കാം. എക്സാമ്പിൾ ആണത് ഫസ്റ്റത്തെ ആൻഡ് ആണല്ലേ, 5 and 1. 5ൻ്റെ വാല്യൂ പിന്നെ ബൈനറി വാല്യൂസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, 0 1 0 1 ആൻഡ് 1ൻ്റെത് 0 0 0 1. നമ്മൾ പറഞ്ഞ് ആൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടിലും 1 ആയിരിക്കണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, ആൻസർ 1 ആവുള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. 0 ആൻഡ് ഫസ്റ്റത്തെ 0 ആണല്ലേ, 1 ആൻഡ് നെക്സ്റ്റ് ഈസ് 0 പറ്റുമോ, ഇല്ല, കാരണം എന്താ, രണ്ടും 1 ആവണം. ദെൻ 0 and 0 0, 1 and 1, ദ ആൻസർ ഈസ് 1 ഇസ് ദ ആൻസർ. റിസൾട്ട് എന്താണ്, 1 ആയിരിക്കും റിസൾട്ട്, 0 0 0 1. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ആൻസർ 1 റിട്ടേൺ ചെയ്യുള്ളൂ. 5 or 1 എന്താണ്, ഏതെങ്കിലും ഒരു വാല്യൂ 1 ആയാൽ മതി, ആൻസർ 1 ആവും. 0യും 0 വന്ന് 0 ആണ്, 1 and 0 ആൻസർ 1 ആയി അല്ലേ. ആൻഡ് 0 0 0 ആയി, 1ഉം 1ഉം വന്നപ്പോൾ എന്തായി, 1 ആയി. 1ഉം 1ഉം വന്നപ്പോൾ 1 ആണ്. അപ്പോൾ ഏതെങ്കിലും 1 ആയാൽ മതി എന്നർത്ഥം. ഓക്കെ, ദെൻ നോട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ 5ൻ്റെ നേരെ ഓപ്പോസിറ്റ് 5 നമുക്ക് വരാം, 0 1 0 1 ആണ്, 0 ഉള്ളത് 1 ആയി, 1 ഉള്ളതൊക്കെ എന്തായി, 0 ആയി മാറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. 5 ലെഫ്റ്റ് ഷിഫ്റ്റ് 1, അത് ലെഫ്റ്റിലേക്ക് 1 നീങ്ങാം. 0 1 0 1 എന്നുള്ളത് ലെഫ്റ്റിലേക്ക് നീങ്ങുമ്പോൾ ഒറ്റ വാല്യൂ ലെഫ്റ്റിലേക്ക് നീങ്ങുമ്പോൾ എന്തായി, ഈ 0 എന്ത് ചെയ്യും, ഈ 0 ഔട്ടാവും, പകരം റൈറ്റ് സൈഡിലൊരു 0 ആഡ് ചെയ്യും. അപ്പോൾ 1 0 1 0 എന്ന് ആൻസർ വരിക, 1 0 1 0. ഓക്കെ, ദെൻ 5 XOR 1 അല്ലേ. നേരത്തെ നമ്മൾ 5 XOR 1 എന്താ പറഞ്ഞത് നോക്കുക, 5 XOR 1. ഇവിടെ എന്താണ്, ഇഫ് ഓൺലി 1 of 2 bit is 1. അതിൽ ആൻസറിൽ എന്ത് ചെയ്യും, ഒന്ന് ഏതെങ്കിലും 1 1 ആവാൻ പാടുള്ളൂ. 5 XOR 1, അതായത് 0 0 എന്തായി, 0, 1ഉം 0യും വന്നപ്പോൾ എന്താണ്, 1 ആയി, കാരണം ഏതെങ്കിലും 1 ആകുമ്പോൾ ആൻസർ 1 ആയിരിക്കണം. 0 0 വന്നപ്പോഴും 0 ആയി, 1ഉം 1ഉം വന്നപ്പോഴും 0 ആണ്. സംശയം ഉണ്ടാകുക, ഓറും XOR ആണ് ഉണ്ടാകുക. XORൽ 1ഉം 1ഉം വന്നാൽ എന്താണ്, 1 ആണ്. XOR ആണെങ്കിൽ 1ഉം 1ഉം വന്നാൽ 0 ആണ്. കാരണം ഇഫ് ഓൺലി 1 ആണ് പറഞ്ഞത്, 1 വരാൻ പാടുള്ളൂ, ഒറ്റൊരു 1 വരാൻ പാടുള്ളൂ. 2 1 വന്നാലും എന്തായിരിക്കും, 0 ആയിരിക്കും എന്നർത്ഥം. അതാണ് XOR. ഓക്കെ, ദെൻ റൈറ്റ് ഷിഫ്റ്റ്, റൈറ്റിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം 0 1 0 1 എന്നുള്ളതാണ്, ഇതിലേക്ക് റൈറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക, 0 എടുത്ത് കൊടുക്കുക. അപ്പം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 എന്താവും, ഫോളോ ഓഫ് ആവും, പുറത്ത് പോവും, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ 0 എടുത്ത് കൊടുക്കുക. അപ്പം 0 0 1 0 എന്നാണ് ആൻസർ വരിക. ചെക്ക് ദി റിസൾട്ട്, 0 0 1 0. Okay, these are the operators of the JavaScript. Thank you.